നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പകൽക്കാലത്തിലെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 119. ഇന്നത്തെ കുറിവാക്യം 119 സങ്കീർത്തനം 1 വാക്യം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായവും സങ്കീർത്തനങ്ങളിലെ ഏറ്റവും വലിയ സങ്കീർത്തനവുമാണ് 119. 8 വാക്യങ്ങൾ വീതമുള്ള 22 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ ആകെ 176 വാക്യങ്ങളാണ് ഉള്ളത്. എബ്രായ ഭാഷയിലെ അക്ഷരമാലാ ക്രമങ്ങളായ ആലെഫ് മുതൽ തൗ വരെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ ഭാഗങ്ങളെയും തിരിച്ചിരിക്കുന്നത്. ഇവ ദാവീദിന്റെ സങ്കീർത്തനമാകാമെന്ന് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം ദാവീദിനേക്കാൾ മികച്ച ഒരു കവി ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല. ദൈവജനത്തിന് ആശ്വാസം പകരുന്ന പ്രാർത്ഥനാ വാക്കുകളാണ് ഈ സങ്കീർത്തനത്തിൽ ഉള്ളത്. കൂടാതെ ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന വിഷയം ദൈവവചനം എന്നതാണ്. ഈ 119 സങ്കീർത്തനത്തിലെ ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവവചനം വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ദൈവവചനത്തെ കുറിക്കുന്ന 10 പദങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ന്യായപ്രമാണം, ചട്ടങ്ങൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ, സാക്ഷ്യങ്ങൾ, വിധികൾ, സത്യം, വചനം, വഴി, നീതി എന്നിവയാണ് അവ. എന്നാൽ 119 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന്. വിശുദ്ധ ജീവിതത്തിന്റെ മാനദണ്ഡം ദൈവവചനമാണ്. ഒരുവന് ഈ ലോകത്തിൽ എപ്രകാരം വിശുദ്ധമായി ജീവിക്കാമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ പറയുന്നത് ബാലൻ നടക്കുന്നത് മലിനപ്പെട്ട വഴികളിലൂടെയാണ്. എന്നാൽ അങ്ങനെ തന്നെ തുടർന്നാൽ അവന് പ്രയോജനമില്ല. അവന്റെ ജീവിതം അധപ്പതിച്ചു പോകും. അതിനാൽ ദൈവവചനപ്രകാരം ആയിരിക്കണം നടക്കേണ്ടത്. അതിനാൽ അവന്റെ നടപ്പ് സൂക്ഷിക്കുകയും വേണം എന്ന് പറയുന്നു. എന്നാൽ ഒരുവനെ പാപത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന ശക്തി ദൈവവചനത്തിനുണ്ട്. അതിനാൽ സങ്കീർത്തനക്കാരൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവവചനം ജീവനുള്ളതാണ്. അതിനാൽ പാപം ചെയ്യാതിരിപ്പാൻ നാം നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവവചനത്തെ സംഗ്രഹിക്കുക. ഇത്തരത്തിൽ നാം ഓരോരുത്തരും വിശുദ്ധ ജീവിതം നയിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട്, ദൈവവചനം ജീവിതത്തിന്റെ വെളിച്ചമാണ്. ഇരുട്ടിൽ വഴി കാട്ടുന്ന ദീപം പോലെ ദൈവവചനം നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ ജീവിത പാതകളിലെ പ്രകാശമായും വിശ്വാസയാത്രയ്ക്കുള്ള അനുദിന വിളക്കായും നമുക്ക് ദൈവവചനത്തെ കരുതാം. 105 വാക്യത്തിൽ അതാണ് പറയുന്നത്: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന്. ദൈവം എല്ലാ സമയത്തും തൻ്റെ വചനത്തിലൂടെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവനാണ്. രാത്രികളിൽ വിളക്കായും പകലുകളിൽ സൂര്യന്റെ പ്രകാശമായും തീർന്ന് അവ മനുഷ്യപാതകളെ പ്രകാശമാനമാക്കി തീർക്കുന്നതാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങൾ, വ്യത്യസ്തമായ പരീക്ഷകൾ, തീരുമാനമെടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ദൈവവചനം നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നു. അതിനാൽ ഈ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് തുടർന്നും നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചവും വഴികാട്ടിയും ആയിരിക്കണമേ. ദിവസവും തിരുവചനം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകളെ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. തിരുവചനം യഥാർത്ഥമായി വായിക്കുവാനും ധ്യാനിക്കുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.